നിങ്ങളൊരു പാർട്ടി നടത്തിയിട്ട് ആ ഒരു പാർട്ടിയിൽ ആരും തന്നെ പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഫീൽ ബാഡ്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്തൊരു ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ് നടത്തുന്ന ഒരാളും മിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. കാരണം അവരുടെ ബിസിനസ് നടത്തിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ആരും വരാതിരിക്കുക എന്ന് പറയുന്നത് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എഫേർട്ടും നമ്മുടെ അത്രയും പൈസയൊക്കെ ചെലവഴിച്ചിട്ടായിരിക്കും, അത്രയും ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് ഭയങ്കര ഹേർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊരു ബിസിനസ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും റവന്യൂ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു റവന്യൂ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റവന്യൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരണം. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് റവന്യൂ വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ആളുകളുടെ ആവശ്യം അറിഞ്ഞിട്ട് ആളുകളുടെ ഒരു നീഡ്സിനനുസരിച്ചുള്ള ഒരു സാധനമാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഏതൊരു മനുഷ്യനും ഒരു തിയറി ഉണ്ട്, ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിലൂടെ എങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റ്, എങ്ങനെയൊക്കെ നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു തിയറി നോക്കിയിട്ട് ഇതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഒരുപാട് പൈസയോ അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഞാൻ പറയുന്ന ഈ ഒരു 5 കാര്യങ്ങളും കൂടി നിങ്ങൾ അതിൽ ഇൻവോൾവ് ആണോ, ഇത് ത്രൂ ആണോ നിങ്ങളുടെ ബിസിനസ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ ഒരു ബിസിനസിനെ പറ്റിയിട്ടും നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിയറിയാണ്. അതായത് ഏതൊരു മനുഷ്യന്റെയും ഈ ഒരു 5 തിയറി ഉണ്ട്. അപ്പൊ ആ ഒരു തിയറി എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ തിയറിന്റെ പേര് എന്ന് പറയുന്നത് മാസ്ലോ തിയറി എന്ന് പറയും. അപ്പൊ ഈ ഒരു മാസ്ലോ തിയറി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു 5 കാര്യങ്ങളായിരിക്കും ഏതൊരു മനുഷ്യന്റെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഫിസിയോളജിയാണ്, 2 സേഫ്റ്റി, 3 ബിലോങ്ങിങ്സ് ഓർ ലവ്, 4 എസ്റ്റീം, 5 സെൽഫ് ആക്ച്വലൈസേഷൻ. അതിൽ ഫിസിയോളജി എന്ന് പറയുന്നത് ഏറ്റവും താഴെയും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഹൈയിലുള്ള ഒരു കാര്യമാണ്. അവരുടെ ഈ ഫിസിയോളജിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതായത് ബേസിക് ആയിട്ടുള്ള ഫുഡ്, അതേപോലെ തന്നെ അവരുടെ വീട്, അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നാൽ മാത്രമേ അവർക്കൊരു വലിയ രീതിയിലേക്ക് അതിന്റെ ഏറ്റവും ഹൈയിലേക്ക് അവർ ചിന്തിക്കുകയുള്ളൂ. കഴിക്കാൻ 3 നേരം ഭക്ഷണം പോലും ഇല്ലാത്ത ഒരാളെ മുന്നിൽ പോയിട്ട് ഇപ്പൊ അവര് മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അവർ ബോധേഡാവില്ല. കാരണം മറ്റുള്ളവർ എന്ത് നമ്മളെ പറ്റി വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ബിസിനസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അവരുടെ അടുത്തേക്ക് പോലും വരുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത് ഫിസിയോളജിയിൽ അവരുടെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. അപ്പൊ അത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതിന്റെ ഏറ്റവും ഹൈ ലെവലിലേക്ക് അവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതിനോട് ചേർത്ത് വെക്കുന്ന വേറൊരു 5 തിയറി ഉണ്ട്. ഈ ഒരു 5 തിയറി എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും കോർ ഹ്യൂമൻ ഡ്രൈവ്സ് ആണ്. അപ്പൊ ഈ ഒരു 5 കാര്യങ്ങളിൽ ഏതൊരു മനുഷ്യനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ ഒരു 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആളുകളുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നുകൊണ്ട് ഒരു പ്രൊഡക്റ്റോ നിങ്ങൾക്ക് ഒരു ബിസിനസ്സോ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദ ഡ്രൈവ് ടു അക്വയർ ആണ്. അതായത് ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവരെപ്പോഴും അക്വയർ ചെയ്യുന്നവരാണ്. അത് ഞാനായാലും നിങ്ങളായാലും എല്ലാവരും നമ്മൾ കൺസ്യൂം ചെയ്യുന്നവരാണ്. നമ്മൾ ചെറുപ്പകാലം മുതൽ കുട്ടിക്കാലം മുതൽ നമ്മൾ സാധനങ്ങൾ മേടിച്ച് ശീലിച്ചവരാണ്. എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും നമ്മൾ കൺസ്യൂം ചെയ്യും. അപ്പൊ നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾ ആളുകൾ എന്തായാലും കൺസ്യൂം ചെയ്യും എന്നുള്ളത് ഡെഫിനറ്റ്ലി ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ അവരുടെ ഒരു നീഡ്സ് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റോ നിങ്ങൾക്കൊരു ബിസിനസ്സോ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആളുകൾ വന്നിട്ട് ആ സാധനം മേടിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഡ്രൈവ് ടു ബോണ്ട് ആണ്. അപ്പൊ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മളെപ്പോഴും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളവരാണ്. നമ്മൾ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നവരാണ്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, അതേപോലെ തന്നെ പാർട്ടി ഹാൾസ്, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സുകൾ ഓൾറെഡി ആ ഒരു സ്റ്റേജിലുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിലുള്ള ബിസിനസ്സുകളൊക്കെ ഈ ഒരു കോർ ഹ്യൂമൻ ഡ്രൈവ് വെച്ചിട്ടാണ് ആ ഒരു ബിസിനസ്സുകളെല്ലാം റൺ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം മനസ്സിലാക്കുക. ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും ദ അക്വയർ ടു ബോണ്ട് എന്നുള്ളൊരു പെർട്ടിക്കുലർ നീഷിൽ, അതായത് ആ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ ഡ്രൈവ് ടു ലേൺ ആണ്. അതായത് മനുഷ്യന്മാർ എപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളവരാണ്. അവരെപ്പോഴും പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് സർവീസോ നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ
പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളുണ്ട്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളുണ്ട്. അതല്ലാതെ തന്നെ വേറെ ഒരുപാട് ആ ഒരു പാറ്റേണിലുള്ള ഒരുപാട് ബിസിനസ്സുകൾ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. കാരണം ആളുകൾ എപ്പോഴും പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പം അവരുടെ ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, കാരണം അവരുടെ ഈ ഒരു ക്യൂരിയോസിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്തൊരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട്, പുതിയ കാര്യത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റിയാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ ഡ്രൈവ് ടു ഡിഫെൻഡ് ആണ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ചുറ്റുള്ളവരെ, അതേപോലെ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഫാമിലിയുടെ സെക്യൂരിറ്റീസ് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, അതല്ല ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, ഫിറ്റ്നസ് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സെക്യൂരിറ്റിന്റെ പാർട്ടാണ്. അപ്പോൾ ഇതൊക്കെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റിയും നമ്മുടെ ഫാമിലിയുടെ സെക്യൂരിറ്റീസ് ഒക്കെ നമ്മൾ വളരെ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റിയാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ ഡ്രൈവ് ടു ഫീൽ ആണ്. ഫീലിങ്സ്, അതായത് അവരുടെ ഹാപ്പിനെസ്, അവരുടെ എക്സൈറ്റ്മെന്റ്, അവരുടെ എൻജോയ്മെന്റ്, ഇങ്ങനെയുള്ള ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പൊ ദ ഡ്രൈവ് ടു ഫീലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂവി തിയേറ്റേഴ്സ്, അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ആപ്പുകൾ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ ആയാലും, അപ്പൊ ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ ബിൽഡ് ചെയ്യുന്നത് ഈ ഒരു ആളുകളുടെ ഒരു എന്റർടൈൻമെന്റും കാര്യങ്ങളും അവരുടെ ഒരു ഫീലിങ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടാണ്. ഈ ഒരു 5 കാര്യങ്ങളിൽ എവിടെങ്കിലും നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ ഒരു പുതിയ മാർക്കറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിന് ബേസ് ചെയ്തിട്ട് ഒരുപാട് സബ് നീഷേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. വുമന്റെ ഒരു ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞൊരു കാര്യമാണ് ലേണിംഗ്. അപ്പൊ ഈ ലേണിംഗിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് പല രീതിയിലും നിങ്ങൾക്ക് അതിൽ പുതിയ മാർക്കറ്റ്, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ പുതിയ സർവീസ്, അല്ലെങ്കിൽ ഇതുവരെ എക്സിസ്റ്റിംഗ് ഉള്ള ഒരു ബിസിനസ്സിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് അതിനെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ബിസിനസ്, എന്ത് പ്രൊഡക്റ്റ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നുകൊണ്ട് നല്ലൊരു ബിസിനസ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക. ആളുകളുടെ നീഡ്സ് നോക്കിയിട്ട്, ആളുകളുടെ ആവശ്യം നോക്കിയിട്ട് അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് അത് നിങ്ങൾ നല്ലൊരു മാർജിനിൽ, നല്ലൊരു സ്കെയിലിൽ നിങ്ങൾ സെല് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.